വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഓഗസ്റ്റ് 15 ജോജിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ലീവായിരുന്നു, ഇച്ചിരി ലോങ് ലീവ് കിട്ടി. അതുകൊണ്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ വീട്ടിലായിരുന്നു, ഞാൻ PG-യിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ വിചാരിച്ചു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ എന്ത് ഗിഫ്റ്റ് വാങ്ങും, വാങ്ങിക്കൊടുത്ത് ഇഷ്ടപ്പെടും അങ്ങനത്തെ. ഒന്നാമത് ആളുടെ ലൈക്ക് എന്താ, നമുക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടം എന്നുള്ളതൊരു അറിയില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ആളിടുന്ന ഡ്രസ്സ് ടീഷർട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ടീഷർട്ട് എടുക്കാന്നുള്ള പ്ലാനിലാണ്. പക്ഷേ കിട്ടോ ഇല്ല നമുക്ക് നോക്കാം. അല്ലേ, സ്റ്റുഡിയോ പോകാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങളിവിടെ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ടീഷർട്ട് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ അതെ, മൺഡേ ആണ് എനിക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ മൺഡേ കൊടുക്കാന്നാണ് പ്ലാൻ. അപ്പോൾ ഓക്കെ, ബൈ. സോ അപ്പോൾ നമ്മൾ ജോജിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് സ്റ്റുഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ മുകളിലാണ് സെക്ഷൻ, മെയിൻ സെക്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്ക്, നെച്ചും ചെരുപ്പൊക്കെ നോക്കി നടക്കുന്നുണ്ട്. അതെ അതെ, നടക്കൂ. ഇതാണ് മെൻസിൻ്റെ സെക്ഷൻ. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് വേണ്ടതെന്നൊക്കെ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് വെച്ചു തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റുഡിയോയിലാണല്ലോ, അപ്പോൾ ഏതാണ് അവന് ഇഷ്ടപ്പെടുക എന്നുള്ള കൺഫ്യൂഷനാണ്. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ എൻ്റെ വോയിസ് അധികം കേൾക്കില്ല, കാരണം അധികം ഒച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നോ, അവനെന്തായാലും നല്ല സ്മോൾ സൈസ് ആയിരിക്കും വേണ്ടി വരിക. നല്ല തിന്നല്ലേ. അപ്പോൾ കിഡ്സ് സെക്ഷനിൽ പോവാണെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനത്തെ ഷർട്ടൊന്നും ഇടൂല എന്തായാലും. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷർട്ടും കാര്യങ്ങളൊക്കെ ടീഷർട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ഷർട്ട്. ഇതാണ് ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. സോ സർപ്രൈസ് ചെയ്തുകൊണ്ട് പുള്ളിങ്ങനെ ഒറ്റയ്ക്ക് ആരെയൊക്കെ ഫോൺ വിളിച്ചങ്ങ് നടക്കുന്നുണ്ട്. ആരെന്നൊരു ഗേൾ ഫ്രണ്ടിനെ ആയിരിക്കും. അപ്പം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അവിടെ ഒരാൾ സ്കൂട്ടറിന് ഫോണും കുത്തിയിരിക്കുന്നുണ്ട്. ജോജി ഫോൺ വിളി കഴിഞ്ഞാ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലടാ, നിങ്ങളുടെ ബർത്ത്ഡേ ഓൾറെഡി ഞങ്ങൾ വിഷ് ചെയ്തൊക്കെയാ. അല്ല, കവർ മാത്രമേ ഉള്ളൂ. നമുക്ക് അവന്റെ എക്സ്പ്രഷൻ നോക്കാം. എന്താണ് നിമിഷത്തിൽ താങ്കൾക്ക് തോന്നുന്നത്? പറയൂ. എക്സ്പെക്ട് ചെയ്താ? ഒട്ടുമില്ല. കവർ മാത്രം എക്സ്പെക്ട് ചെയ്തില്ലേ? പറ. കേക്കില്ല. അപ്പൊ നിനക്ക് വാങ്ങിച്ചതാണെങ്കിലും ഞങ്ങള് 3 പേര് ഇടുന്നത് നമ്മുടെ സ്വന്തം പൊതു സ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങള് പോയി. ഇഷ്ടപ്പെട്ടാ? ശരിക്കും ഓരോരുത്തരുടെ മാറി മാറി ഇടാട്ടോ. അതാ പറഞ്ഞേ, നിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും
അതെനിക്കറിയാം. ഫസ്റ്റ് ബാവ ഇട്ട് വെക്കും, ഇട്ട് വെക്കും, ഇച്ചിരി ടൈറ്റ് ആവും. ടൈറ്റാ അത് ഒരുമിച്ച് ഇടാം അല്ലേ? അതെ അതെ